ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ലോഗായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാലിക്കറ്റിൽ നിന്ന് ഷൊർണൂർ വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ കൂടെ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എണ്ണീറ്റ് വേഗം അടിച്ച് വാരി ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ട് വേഗം റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്ന സ്ഥലം വന്നിട്ട് കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ വെക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ റിസൈൻ വെച്ച് എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തിനാ റിസൈൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് കൊച്ചിയിലൊരു കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഹോസ്റ്റലൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ഹോസ്റ്റൽ അല്ലെങ്കിൽ PG ഒക്കെ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു PG നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 7 മണി ആ ഒരു സമയത്തുള്ള ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ കാലിക്കറ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തി. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ വന്നതിന് ശേഷം പിന്നെ ട്രെയിനിൽ നേരെ ഷൊർണൂരേക്ക് പോകാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിലേക്ക് ഡയറക്റ്റുള്ള ട്രെയിനാണ് കേട്ടോ, എറണാകുളത്തേക്ക്. അപ്പം ആ ട്രെയിനിൽ ഷൊർണൂരിൽ നിന്ന് എൻ്റെ വേറെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അവളും നമ്മൾ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ. അപ്പം ഞാനും അവളും കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഷൊർണൂരേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് ഉറങ്ങാൻ വരെ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ എണീറ്റതുകൊണ്ട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഷൊർണൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ടും കയറി പിന്നെ ഞങ്ങൾ എറണാകുളത്തെത്തി കേട്ടോ. അങ്ങനെ എറണാകുളത്തെത്തി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മെട്രോയിലേക്കാണ്. മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനീൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള PG ഹോസ്റ്റൽസ് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെട്രോ കയറി നമ്മളെ കമ്പനീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കുറേ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് ആ നമ്പറിലൊക്കെ വിളിച്ച് അന്വേഷിച്ച് കുറച്ച് ദിവസമായിട്ടോ അന്വേഷണമൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ടുള്ള 1-2 നമ്പർ കയ്യിലുണ്ട്. പിന്നെ അല്ലാതെ ഗൂഗിളിൽ നിന്നും പിന്നെ അവിടെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ PG ഒക്കെ നോക്കി. അങ്ങനെ ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള PG എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ബാക്കി PG ഒക്കെ ഇതിനേക്കാൾ മോശം അവസ്ഥയിലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു PG സെലക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ന്യൂക്ലിയസ് മാളിലേക്കാണ് പോയിട്ടുള്ളത്. ന്യൂക്ലിയസ് മാളിലാണ് നമ്മളെ കമ്പനി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ കമ്പനി കാണാനും പിന്നെ ന്യൂക്ലിയസ് മാളും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ന്യൂക്ലിയസ് മാളിലേക്ക് കയറിയതാണ്. അങ്ങനെ നമ്മൾ ന്യൂക്ലിയസ് മാളിൽ കയറി നമ്മളെ കമ്പനിയൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് നോക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കമ്പനി എവിടെയാണ് ഏത് ഫ്ലോറിലാണെന്നൊക്കെ നോക്കി ജസ്റ്റ് നമ്മൾ കമ്പനി കണ്ടതിന് ശേഷം വേഗം തന്നെ തിരിച്ചിറങ്ങുവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വന്ന പോലെ തന്നെ തിരിച്ച് മെട്രോ കയറി പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു സീറ്റിൽ തന്നെ 6-7 പേരൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ സേഫായിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ തിരിച്ച് കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയിട്ടുള്ള എൻ്റെ ട്രെയിൻ യാത്ര സക്സസ് ആയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ ഒരു മസാല ദോശയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഗൂഗിൾ മാളിൽ വരെ പോയി. ജസ്റ്റ് ഒന്ന് പോയി വേഗം തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എറണാകുളമൊക്കെ പോയി വന്നുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.